എ വി ടൈൽസ് ആൻഡ് സാനിറ്ററിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു കുറഞ്ഞ ടൈൽ എടുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. അത് കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഒരു ടെക്നീഷ്യന്റെ പെർസ്പെക്റ്റീവിൽ, അതായത് ടൈൽ ലേ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇന്ന് നോക്കും കുറഞ്ഞ ടൈൽ ഉപയോഗിക്കുമ്പം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം സജിയെ. സജി, വെൽക്കം ടു ദ ഷോ വൺസ് അഗൈൻ. സജി ഒരു എസ്റ്റാബ്ലിഷ് ടെക്നീഷ്യൻ ആണ് കൊല്ലത്തെ. സജിയുടെ അടുത്ത് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്ന ആ സെയിം വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തു. അപ്പോൾ സജി കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു എപ്പിസോഡായിട്ട് കൊണ്ടുവന്നത്. അത് നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നേരിട്ട് സജിയുടെ അടുത്ത് ചോദിക്കാം. സജി, ആസ് എ ടെക്നീഷ്യൻ, ആസ് എ ടൈൽ വർക്കർ, ഒരുപാട് വർക്ക് സജി ചെയ്യാറുണ്ട്. അപ്പം ഈ എല്ലാ സൈസ് കൂടുതലും എനിക്കറിയാം സജിയുടെ വർക്കുകളിൽ കസ്റ്റമേഴ്സ് എല്ലാം കജാരിയ, അതുപോലെ കജാരിയുടെ തന്നെ പ്രീമിയം റേഞ്ച് എടുക്കുന്ന കസ്റ്റമേഴ്സാണ്. പക്ഷേ ഐ എം ഷുവർ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഈ കുറഞ്ഞ ടൈൽ, ഇപ്പോൾ നമ്മുടെ റീസെൻ്റ്ലി നമ്മുടെ ഒരു സ്ഥാപനം പേര് പറയാൻ പറ്റത്തില്ല, 23 രൂപയ്ക്ക് 2 33 രൂപയ്ക്ക് 4 ഇതെല്ലാം വീട്ടിൽ ഇറക്കി കൊടുക്കുന്ന റേറ്റ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഇതൊന്നും ഇല്ല. പക്ഷേ അങ്ങനത്തെ ടൈൽസൊക്കെ സജിക്ക് കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പല ക്ലയന്റിന്റെയും വിചാരം എന്ന് വെച്ചാല് സൈസ് 4x2 സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരാദ്യം അവരുടെ മനസ്സിൽ വരുന്നത്, ഇപ്പൊ നമ്മളൊരു ഷോപ്പ് ഒരാൾ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നോക്കുമ്പോൾ ഇപ്പൊ കജാരിയുടെ ഈ പറയുന്ന ഒരു 4x2 മെറ്റീരിയലിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഷോപ്പുകളുടെ മെറ്റീരിയൽ നോക്കുമ്പോൾ സൈസ് ഈക്വൽ സൈസ് ഒന്നാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 50 രൂപയുടെ സാധനമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവര് ആദ്യം നമ്മളോട് പറയും 23 രൂപയ്ക്ക് അവിടെ കിട്ടുന്നുണ്ടല്ലോ. ആ ഒരു കാര്യം ഞങ്ങൾ ഫേസ് ചെയ്യുന്നതാണ്. അപ്പൊ 23 രൂപ കിട്ടും. അപ്പൊ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ 23 രൂപയും ഈ 50 രൂപയും തമ്മിലുള്ള ഡിഫറൻസിൽ 23 രൂപയുടെ സാധനം എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിക്കാണ് പ്രശ്നം. കാര്യം ഒരു ബ്രാൻഡ് ചെയ്യുന്നതും അൺബ്രാൻഡ് ചെയ്യുന്നതും നല്ല വേരിയേഷൻ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നോർമലി അൺബ്രാൻഡ് മെറ്റീരിയലുകളുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഈ സ്പേസർ യൂസ് ചെയ്യാണ്ട് ലേ ചെയ്ത് കഴിഞ്ഞാൽ കണപ്പ് ഒരിക്കലും കറക്റ്റ് ആയിരിക്കത്തില്ല. 4 കോർണർ മൂല കറക്റ്റ് ആയിരിക്കത്തില്ല. കണപ്പ് ശരിയാകത്തില്ല. ഒന്നാമത്തെ പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നല്ലൊരു ശതമാനം മെറ്റീരിയലിന്റെയും ഈ കോർണർ വരുന്ന പ്ലാസ്റ്റിക് ഏറ്റവും കുറഞ്ഞ പ്ലാസ്റ്റിക് ആണ്. ഇതിന്റെ കോർണർ ബ്രേക്കേജ് ആയിരിക്കും. അതായത് ബോക്സിനകത്ത് ഇരിക്കുന്ന കോർണർ ഗാർഡ്സ്. അതെ, കോർണർ 90% ബോക്സുള്ളത് ബ്രേക്കേജ് ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ ഈ കൊണ്ടുവരുന്ന ടൈൽസിനെ തിരിഞ്ഞിട്ടാണ് ഇതിനെ ലേ ചെയ്യുന്നത്. അപ്പൊ ഹോളിൽ മാത്രമെങ്കിലും നമ്മൾ അത്യാവശ്യം വൃത്തിയുള്ളത് ഇടാൻ പറയും. എന്നിട്ട് ഈ ബ്രേക്കേജ് ഉള്ളതിന് റൂമുകൾ കോംപ്രമൈസ് ഇൻവോൾവ് ആണ്. കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ എവിടെയെങ്കിലും ചിപ്പിംഗ് ഉള്ള പീസസ് കൂടുതലും വരുന്നത്. തീർച്ചയായിട്ടും കോർണർ എനിക്ക് തോന്നുന്നത് ഗുജറാത്ത് മെറ്റീരിയൽ കോർണർ ഗാർഡ് വരാറേ ഇല്ല. നേരിട്ട് ബോക്സിനകത്ത് പാക്ക് ചെയ്യുന്നത്. അതെ, അപ്പൊ ഇതിന് പ്രശ്നം വെച്ചാൽ ഒന്ന് ഈ പറഞ്ഞ കണക്കാണ് കണപ്പുകാരുണ്ട്, രണ്ടാമത്തെ ഈ കോർണർ ബാഗ് ഉണ്ട്. ഇതൊന്നും അല്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം. ഇത് ഫ്ലോർ ലേ ചെയ്തിട്ട് നമ്മൾ ദൂരെ മാറി നോക്കി കഴിഞ്ഞാൽ ഇതിന് തിരമാലാണെങ്കിൽ ഓളം കാണുന്നതാണ്. ഗ്ലേസിന്റെ റിപ്പിൾ എഫക്ട്. അതെ അതെ അതെ. അപ്പൊ അത് എന്താ പ്രശ്നം വെച്ചാൽ ഇത് ദൂരെ കാഴ്ചക്കാരിൽ ഇത് ഫീൽ ചെയ്യും. അവർ ആദ്യം അത് ടൈലെന്ത് പൊങ്ങിയിരിക്കുന്ന ഫീൽ ചെയ്യും. ഈ പൊങ്ങിയിരിക്കുന്നല്ല, ആ മെറ്റീരിയലിന്റെ പ്രശ്നമാണ്. പിന്നെ പ്രശ്നമാണ്. അപ്പൊ ഈ 23 രൂപ എന്ന് പറയുന്ന ഒരു ഇതിലോട്ടാണ് നമ്മൾ ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ അതിന് അപ്പുറം വേറൊരു കാര്യം എന്ന് പറയും, ഈ 23 രൂപയായാലും ഈ 50 രൂപയുടെ ആയാലും ലേബർ എല്ലാം ഓരോ റേറ്റ്. അത് വേറൊരു വിഷയം. പക്ഷെ ഞാനിപ്പോ സജീവത്ത് ചോദിക്കാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് ആ ടൈലിന് വിരിച്ചു കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു അത് കസ്റ്റമറും കടക്കാരുമായിട്ട്. തീർച്ചയായിട്ടും. പക്ഷെ വിരിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം പറഞ്ഞു, അതായത് മിക്ക ബോക്സിനകത്തും കോർണർ ഗാർഡ്സ് ഇല്ല. അപ്പം കോർണർ ചിപ്പിംഗ് ആവും, എഡ്ജ് ചിപ്പിംഗ് ആവും. അപ്പൊ ആ പീസുകൾ തിരിഞ്ഞ് നല്ല പീസുകൾ മാത്രം ഹോൾ പോലത്തെ സ്ഥലത്ത് സിറ്റ് ഔട്ടിലൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ള ആക്ച്വലി ഈ കോർണർ ബ്രേക്കേജ് അല്ല, കോർണർ ചിപ്പിംഗ് എഡ്ജ് ചിപ്പിംഗ് ഉള്ള പീസ് വെച്ചാണ് ഈ മുറികൾ ചെയ്യുന്നത്. കാരണം എന്തായാലും മേടിച്ചു പോയി, ഇനിയിപ്പം വിരിക്കാതിരിക്കാൻ പറ്റില്ല. അത് കൂടാതെ പ്രശ്നം വേറെ പ്രശ്നം എന്ന് വെച്ചാല് നമ്മള് ഇപ്പം ഫ്ലോർ ലെവൽ ചെയ്ത് സാൻഡിൽ എല്ലാം ലെവൽ ചെയ്തതിനു ശേഷം നമ്മൾ തട്ടിക്കൊള്ളിക്കും. അപ്പൊ നമ്മള് മറ്റേ വൈബ്രേറ്റ് മെഷീൻ ഉണ്ട്, പിന്നെ അല്ലാണ്ട് മെഷീൻ ഉണ്ട്. അപ്പൊ ഈ വൈബ്രേറ്റ് മറ്റേ റബ്ബർ ആമറിന് അടിച്ചു കഴിഞ്ഞാൽ സാധനം പൊട്ടിപ്പോകും. വൈബ്രേറ്റ് മെഷീൻ അത് ഉപയോഗിക്കാൻ പറ്റില്ല. വൈബ്രേറ്റ് മെഷീൻ ഒരിക്കലും അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് പൊട്ടും. കാര്യം അത്രയ്ക്കുള്ള കട്ടിയേ ഉള്ളൂ, ഒടിഞ്ഞും പോകും. ഇതേപോലെ ഈ ആഹ്മറിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിന് നമ്മൾ ചെയ്യുന്ന സാധാരണ അങ്ങനെയുള്ള മെറ്റീരിയൽ നമ്മൾ ചെയ്ത് തടി പീസുകൾ അല്ലെങ്കിൽ ചുറ്റിയലിന്റെ ബാക്ക് പോർഷൻ ഉണ്ട്, ആ പോർഷൻ വെച്ച് തട്ടിക്കൊള്ളിക്കുക. അങ്ങനെ തട്ടിക്കൊള്ളിച്ച് ഇതിനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ സാൻഡിനകത്തുള്ള വെള്ളം ഇതിനകത്ത് പിടിക്കും.
വെള്ളം നല്ല രീതിയിൽ പിടിച്ചു. അപ്പം ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വൈറ്റ് ഷെയ്ഡിലുള്ള മെറ്റീരിയൽ ഒക്കെ ആണെങ്കിലുണ്ടല്ലോ, ഇതിന്റെ മേലെ ഒരു ഡിസൈൻ കണക്ക് തെളിഞ്ഞു വരും. എന്ന് വെച്ചാൽ ഈ 23, 33 അത് ഞാൻ വീഡിയോയിലും പറഞ്ഞു, 23, 33 അല്ലെങ്കിൽ പോട്ടെ 23, 30 അല്ലെങ്കിൽ 30, 35 രൂപ റേഞ്ച് വരെയൊക്കെ വിൽക്കുന്ന സാധനങ്ങളെല്ലാം ആക്ച്വലി വിട്രിഫൈഡ് അല്ല. അതെല്ലാം സെമി വിട്രിഫൈഡ്, അതിനെല്ലാം പൊറോസിറ്റി ലെവൽസ് ഉണ്ട്. ഇന്നേ പറഞ്ഞേ എല്ലാം ഡിജിറ്റൽ ടൈലുകളാണ് കൂടുതലും. ഈ ഡിജിറ്റലിൽ തന്നെ ഇവർ ഇറക്കുന്ന ഈ പ്രശ്നമാണ്. കാര്യം പറയുമ്പോൾ എല്ലാം വിട്രിഫൈഡ് എന്നുള്ള പേര് അതിന് ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ പിന്നാമ്പുറ കഥ ആരും അറിയുന്നില്ല എന്നാണ് സത്യാവസ്ഥ. പിന്നെ അത് പിന്നെ ഈ പറഞ്ഞേ അവര് നോക്കുന്ന എങ്ങനെയുള്ള കസ്റ്റമേഴ്സിനാണെന്നറിയോ, അവര് എങ്ങനെങ്കിലും ഒട്ടിച്ചാൽ മതി വളരെ. അപ്പൊ ഇതിനകത്ത് എവിടാണ് ഒരു ഇത് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ബെഡ്റൂമിലേക്ക് ഇത് മതി എന്നുള്ള ചിന്തിച്ചു പോകും. ഇതിന്റെ റെഫ്യൂസ് നടക്കുന്ന ഏരിയ. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് റെഫ്യൂസ് നടക്കുന്ന ഏരിയയിലാണ് ഇത് ചെയ്യുന്നെങ്കിൽ നമ്മളൊരു 6 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ഇട്ട ഹോള് സിറ്റ് ഔട്ട് ആ വാതിലിന്റെ ഏരിയ അവിടെ ഒരു നരപ്പ് ഫീൽ ചെയ്യും. പക്ഷേ നമ്മളെ സെറ്റി, ഫ്രിഡ്ജ്, അലമാര ഈ വരുന്ന സ്ഥലത്ത് ഇതൊന്നും കാണത്തില്ല. എന്തുകൊണ്ടെന്നറിയോ, അവിടെ ഗ്ലാസ്സുകളൊക്കെ ഇരിക്കും. പക്ഷെ ഇത് എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നമ്മളെ കൂടുതൽ നമ്മളെ കാൽപാദങ്ങൾ ചെല്ലുന്നില്ല. ഈ റെഫ്യൂസ് നടക്കുന്ന ഈ പ്രതലത്തിൽ നടന്ന് ഇതിന്റെ മേലുള്ള സ്ക്രാച്ച് ഉണ്ട്. ഇന്നലെ ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതായത് 500 സ്ക്വയർ ഫീറ്റിന്റെ ഹോൾ ആണെങ്കിലും 50 സ്ക്വയർ ഫീറ്റിന്റെ പുറത്തുകൂടെ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ ആ 50 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ഫുൾ തേയ്മാനം എടുക്കുക. ഇത് എങ്ങനെ അറിയാമെന്നറിയോ, നമ്മൾ ഒരിക്കലും വീട്ടിലൊരു റിനോവേഷൻ ചെയ്യുക അല്ലെങ്കിൽ മൊത്തത്തിൽ പെയിന്റ് അടിക്കാൻ വേണ്ടി നമ്മൾ മൊത്തം സാധനങ്ങൾ വെളിയിൽ ഇറക്കാൻ വെച്ചു. വെളിയിൽ ഇറക്കിയതിന് ശേഷം നമ്മളെല്ലാം ഫുൾ ക്ലീൻ ചെയ്തിട്ട് നമ്മളൊന്ന് ദൂരെ നിന്ന് മാറി നോക്കി കഴിഞ്ഞാൽ കാണാം ഈ നമ്മൾ നടപ്പാത മാത്രം ഒരു നരച്ച ഫീൽ വരും, ഒരു മങ്ങൽ ഫീൽ വരും. റിഫ്ലക്ഷൻസ് അവിടെ റിഫ്ലക്ഷൻ ആണ്. പക്ഷെ അതിന് തൊട്ടപ്പുറത്തോട്ട് മാത്രം നല്ല ഗ്ലാസ് കിടക്കും. അതാണ് ഇതിന്റെ നല്ല. പക്ഷെ ഇത് ആരും ശ്രദ്ധിക്കാണ്ട് പോകുന്നതാണ് അതിന്റെ സത്യാവസ്ഥ. അതാണ് വിരിക്കുന്ന സമയത്ത് പിന്നെ ഇത് പറഞ്ഞ്, അതായത് ഇത് സെമി വിട്രിഫൈഡ് ആണെന്ന് അറിഞ്ഞെങ്കിൽ ഇത് വെള്ളത്തിൽ മുക്കി നല്ല രീതിയിൽ ഇത് കാര്യം എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ഇത് പറഞ്ഞില്ലേ, ഇത് അത് ആരുടെയും തെറ്റല്ല. ഈ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ 23 രൂപ സാധനം മേടിച്ചു, അതിന് കഴിഞ്ഞ് ഈ പറഞ്ഞ വെള്ളത്തിലൊക്കെ മുക്കി ഇത് ലേ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവര് എങ്ങനെ ഏറ്റവും 20 രൂപ 22 രൂപയൊക്കെ റേറ്റ് പറയുന്നത്. ഈ 22 രൂപ ഇല്ല 23 രൂപ റേറ്റ് പറഞ്ഞിട്ട് അവരെടുത്ത ടൈൽസിന്റെ വില 23 രൂപ ഉള്ളൂ. പിന്നെ ഇത് വെള്ളത്തിൽ കൂടെ മുക്കി ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ഒരിക്കലും ചെയ്യുന്ന കാര്യമില്ല. അവര് സാധാരണ ഇടുന്നാണ് കിട്ട് പോവാന്നുള്ള അല്ലാണ്ട് പരിപാടി തീർത്ത് പോവാന്നല്ലാണ്ട് അതിനകത്ത് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞക്ക് നമ്മളിപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായി നമുക്ക് താമസിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വീട്ടിലേക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു വർക്കേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളുടെ പൂർണ്ണമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള കാര്യം വേറെ ഒന്നും കൊണ്ടല്ല. കാര്യം നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ ഇതൊന്നും നമുക്ക് ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞ് ഇളക്കി മാറ്റുന്ന സാധനമൊന്നുമല്ല. ഇത് കുറഞ്ഞ ഒരു 15 വർഷം 20 വർഷമൊക്കെ നമ്മൾ ലൈഫ് കണ്ടിട്ട് അതിനെ ചെയ്യാൻ പോകണം. അതുമല്ല, ഞാൻ വേറൊരു കണക്ക് ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്ത്, അതായത് സിമെന്റ് ചാന്തിന്റെ കോസ്റ്റ്, അതായത് സിമെന്റ്, മണല്, വെള്ളം, പിന്നെ ഈ വെള്ളത്തിനെ ക്യാരി ചെയ്യാനുള്ള അതും, പിന്നെ ചട്ടിയും അതിന്റെ കോസ്റ്റും, പിന്നെ ഇത് കഴിഞ്ഞ് സ്പേസർ, പിന്നെ ഇത് കഴിഞ്ഞ് സൂപ്പർ സെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ്, പിന്നെ ഇപ്പോക്സി ജോയിന്റ് ഫില്ലിംഗ്, അതിന്റെ ലേബർ, അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ്, ഇതെല്ലാം കഴിയുമ്പോൾ ഇതിനകത്തൊന്നും ഡിസ്കൗണ്ട് ഇല്ല. അതായത് സിമെന്റിൽ ഡിസ്കൗണ്ട് ഇല്ല, മണലിൽ ഡിസ്കൗണ്ട് ഇല്ല, വെള്ളത്തിന് ഡിസ്കൗണ്ട് ഇല്ല, സ്പേസറിന് ഡിസ്കൗണ്ട് ഇല്ല, എപ്പോക്സിക്ക് ഇല്ല, എപ്പോക്സിയുടെ ലേബറിനില്ല, ടൈലിന്റെ ലേബറിനില്ല. അതായത് ഒരു ടൈൽ ലേയിങ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്ടറിലും ഡിസ്കൗണ്ട് ഇല്ല. ഡിസ്കൗണ്ട് കിട്ടുന്ന ടൈലിന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പറയാം. എനിക്ക് വളരെ വിഷമമുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകും. കാരണം നിങ്ങളുടെ ഇതിൽ കുറഞ്ഞ ടൈൽ ഇല്ല, 45 40 രൂപ കുറഞ്ഞ ടൈൽ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയാൻ ശ്രമിക്കുന്ന ഇതാണ്. അതായത് 55ന്റെ ടൈല് ആണ് ഞാൻ കാണിക്കുന്നത്. ഇതേ സാധനം ഏകദേശം ഇതേപോലെ ഇരിക്കുന്ന വേറൊരു കടയിൽ 35ന് കിട്ടുമ്പോൾ ശരി 20 രൂപ അവിടെ. അപ്പം വലിയൊരു എമൗണ്ട്, 55ന് 20 കുറഞ്ഞ ഏകദേശം 50% ആയി, അല്ല 40% ഡിസ്കൗണ്ട് ആയി. പക്ഷേ ഈ ഡിസ്കൗണ്ട് ഇല്ലാത്ത മണല്, സിമെന്റ്, വെള്ളം, ടൈലിംഗിന്റെ ലേബർ, ഇപ്പോക്സിയുടെ ലേബർ, പിന്നെ സ്പേസർ, കോട്ടൺ വേസ്റ്റ്, അതായിട്ടുള്ള എല്ലാ കോസ്റ്റും കൂടെ ചേർത്ത് വരുമ്പോഴാണ് ഈ ടൈല് ഫ്ലോറിൽ ഒട്ടുന്നത്. സോ അതിനകത്തൊന്നും ഡിസ്കൗണ്ട് ഇല്ല. സോ വിച്ച് മീൻസ് ഈ കിട്ടുന്ന ഡിസ്കൗണ്ട് ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിന്റെ ഒരു ചെറിയ പെർസെന്റേജ്. അപ്പൊ നമുക്ക് ടൈലിനകത്ത് 40% ഡിസ്കൗണ്ട് കിട്ടിയെന്ന് വെച്ചാൽ 40% ഒരു പെർസെപ്ഷനാണ്. ശരിക്കും അത്രയും കിട്ടുന്നില്ല. അതായത് നമ്മളെ തോന്നിപ്പിക്കും നമുക്ക് എന്തോ കിട്ടിയെന്ന്. കാരണം വില കൂടിയ സാധനം ഇരിക്കുന്ന കടയിൽ നിന്നായിരിക്കും ഇങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം കേൾക്കുമ്പോൾ തോന്നുന്നു അത് നന്നായി അവിടുന്ന് മേടിക്കാൻ, അവിടുത്തെക്കാട്ടിൽ 25% 30% ഇവിടെ കുറവാണ്. പക്ഷെ ഈ കുറവ് അതിനകത്ത് ധാരണ മാത്രമാണ് കുറവാണ്. ഇനി എന്തെങ്കിലും കുറഞ്ഞെന്ന് വെച്ചോ, അത് ഈ ടോട്ടൽ ടൈലിംഗിന്റെ കോസ്റ്റ് എടുക്കുമ്പോൾ അതൊരു വളരെ ശരിക്കും ഇതിന്റെ കണക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വളരെ കുറഞ്ഞ ടൈൽ ഇടുന്നതും കജാരിയുടെ ഒരു ബേസിക് മോഡൽ ഇടുന്നതും തമ്മിൽ മൊത്തത്തിൽ 10,000 രൂപ പോലും വ്യത്യാസം വരും. എനിക്കത് 10,000 അല്ല, 5,000 രൂപയുടെ വ്യത്യാസം പോലും വരത്തില്ല. തീർച്ചയായിട്ടും. കാര്യം അതിനകത്ത് ഈ പറഞ്ഞില്ലേ, നമ്മൾ ഈ ടൈൽസ് മാത്രം
പറഞ്ഞ 23 രൂപ കിട്ടി നമുക്ക്. പക്ഷെ ബാക്കി കോസ്റ്റ് എല്ലാം സെയിം ആണ്. അതിന് നിങ്ങൾ കജാരിയ കൊണ്ടുവന്നാലും അല്ലെങ്കിൽ വിദേശത്തുനിന്ന് ഒരു ടൈൽ കൊണ്ടുവന്നാലും അത്രേ ഉള്ളൂ. രണ്ട് ടൈൽ വിരിക്കുന്നതിന്റെ കോസ്റ്റും മെറ്റീരിയൽ എല്ലാം സെയിം ആണ്. അപ്പൊ നമ്മളൊന്ന് കാര്യം ചിന്തിക്കേണ്ട അത്രേ ഉള്ളൂ. നമ്മളൊരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷത്തേക്ക് ഒരു വാലിഡിറ്റി കണ്ടിട്ടാണ് ഒരു മെറ്റീരിയൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ അൺബ്രാൻഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ വർഷം കിട്ടണമെന്നില്ല. അതിന് പല ഉദാഹരണങ്ങളെന്ന് പറഞ്ഞാൽ ചില റെന്റിന് കൊടുക്കുന്ന ഷോപ്പുകളുണ്ട്. ഈ ഷോപ്പുകളിൽ അൺബ്രാൻഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഷോപ്പുകളിൽ കയറി കണ്ടിന്യൂസ് നടന്നു പോകുന്ന ആ നടക്കുന്ന പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഉണ്ടല്ലോ നല്ല വ്യത്യാസവും വരും. അവിടെ ചെറിയ കുഴിയും വരും. കാര്യം തേഞ്ഞ് പോകും. അത് ആ മെറ്റീരിയലിന്റെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽസിന്റെ കുഴപ്പമുണ്ടാവും, അതിനകത്ത് ക്വാളിറ്റിയുടെ പ്രശ്നം ഉണ്ടാവും. ഇതെല്ലാം അതിനകത്ത് വരും. പക്ഷെ 12-13 വർഷം കഴിഞ്ഞ് ഇന്നും നമ്മൾ ബ്രാൻഡഡ് മെറ്റീരിയലുകൾ ഇട്ടേക്കുന്ന വീടുകളുണ്ട്. അതിന് എന്നും കുന്ന ഒരു 16 വയസ്സെന്നുള്ള രീതിയിൽ കിടക്കും. അതിനൊരു വേറൊരു ഭംഗിയാണ്. പക്ഷെ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ, അടിസ്ഥാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ എന്തായാലും ഈ കാശ് എല്ലാം മുടക്കിയേ പറ്റും. ബാക്കി ഈ മെറ്റീരിയൽസിനകത്തുള്ള 20 രൂപ എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ വർക്കേഴ്സിന്റെ ലേബർ വേസ്റ്റ്, പിന്നെ ഈ പറഞ്ഞ ബാക്കിയുള്ള മെറ്റീരിയൽ, സിമെന്റ്, മണ്ണ്, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടലി പറഞ്ഞ ആകപ്പാട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഈ കാശിനകത്ത് പക്ഷെ നമ്മൾ ചെയ്യുന്ന അത് ഇതിനും പറ്റിയ ഏറ്റവും വലിയ ഡിസ്കൗണ്ട് ശരിക്കും വേറെ ഒരു 10ഓളം ഐറ്റത്തിനകത്ത് മാറും. അങ്ങ് ഡിവൈഡ് ആയി പോകുമ്പോൾ പിന്നെ ഒന്ന് ഡിസ്കൗണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നങ്ങളുണ്ട്. ഈ അൺബ്രാൻഡ് മെറ്റീരിയലുകളുടെ വേറൊരു പ്രശ്നം എന്ന് പറയും, ഈ ബ്രേക്കേജ് കൂടുതലായിരിക്കും. ഇതിപ്പോ നമ്മൾ നോർമലി ഒരു 10 പീസ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് 12 പീസ് എന്തായാലും വേണ്ടി വരും. എന്താ പറയുക, ഇത് പൊട്ടും. ഇത് നല്ല രീതിയിൽ പൊട്ടും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ചില പൊട്ടൽ അറിയാൻ പറ്റില്ല. ഈ പൊട്ടൽ എന്റെ ബാക്ക് സൈഡിലായിരിക്കും പൊട്ടിയിരിക്കുന്നത്. ഇത് എപ്പോഴാണ് അറിയുന്നതെന്ന് അറിയോ, ഇതിനകത്ത് വെള്ളം പിടിച്ച് ഇത് ഫുള്ള് സെറ്റ് ആകുമ്പോൾ കയറി ടൈറ്റ് ആവും. ടൈറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ജോയിന്റ്സ് മേളിൽ കാണിക്കും. അപ്പം വീട്ടുകാരൻ പറയും നിങ്ങൾ തട്ടേ പൊട്ടിപ്പോയെന്ന് പറയും. പക്ഷേ സത്യത്തിൽ നോർമലി ആ വർക്കർ തട്ടുമ്പോ കാണത്തില്ല, അവന്റെ തെറ്റല്ലത്. പക്ഷെ അവനത് അറിയത്തില്ല സത്യത്തിൽ. പക്ഷെ ഇത് പിറ്റേ ദിവസമായിരിക്കും ഇത് തെളിഞ്ഞു വരുന്നത്. അപ്പൊ ഇതെന്ത് പറയുക, വീട്ടുകാരൻ പറയും അത് നിങ്ങൾ ചെയ്തതിന്റെ കുഴപ്പമെന്ന് പറയും. സംഗതി മെറ്റീരിയലിന്റെ കുഴപ്പമാണ് പ്രോപ്പറായി പറഞ്ഞാൽ. പക്ഷെ അത് കാലക്രമേണ മുമ്പോട്ട് പോകുന്നതോറുണ്ടല്ലോ ഈ ഒരു ഘടന മുമ്പോട്ട് വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ എനിക്ക് ആസ് എ വർക്കർ എനിക്ക് സജിയുടെ അടുത്ത് ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ ഒരു ടൈൽ വർക്ക് ഇനി എത്ര നല്ല അളവെടുത്ത് എത്ര വലിയ എഞ്ചിനീയർ എന്ത് ചെയ്താലും പെർഫെക്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഒന്നെങ്കിൽ 5 പീസ് റിട്ടേൺ വരും, അല്ലെങ്കിൽ 4 പീസ് ഷോർട്ട് ആയിരിക്കും. അപ്പോൾ ഈ എന്റെ അനുഭവത്തിൽ എന്റെ കടയിൽ നിന്ന് ഞാൻ ഇന്നേ വരെ കൊടുത്ത ഒരു ടൈലും, അതായത് ബ്രാൻഡഡ് ടൈൽസ് കജാരിയ ആണ് മോസ്റ്റ്ലി, ഇന്നേ വരെ ഒരു കസ്റ്റമർ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് കൊടുക്കാൻ പറ്റും 100%. ചിലപ്പം 2 ദിവസം താമസിക്കും, പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു വീടിന് പോയി മൊത്തത്തിൽ അളവെടുക്കുമ്പോഴത്തേക്ക് ഒരു 1050 സ്ക്വയർ ഫീറ്റ് അല്ല 1400 സ്ക്വയർ ഫീറ്റ് 1200 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആയിരിക്കാം. നമ്മളിത് അളവെടുത്ത് ഒക്കെ കൊണ്ടുവന്ന് നമ്മളിത് ലേ ചെയ്ത് തുടങ്ങി. അപ്പൊ ഈ ബ്രേക്ക് പൊട്ടുമെന്ന് പറഞ്ഞില്ലേ, ഇതും നമ്മൾ ഈ സ്ക്വയർ ഫീറ്റിൽ പോകുന്ന സംഭവം. അപ്പൊ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് എടുത്തപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു 15 പീസ് പൊട്ടിയെന്ന് വെച്ചോ. ഈ പൊട്ടിയ പീസ് നമ്മൾ സ്കേട്ടിങ്ങിനായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പൊ ഈ പൊട്ടിയ പീസ് സ്കേട്ടിങ്ങിന് മാറുമ്പോൾ ഈ 10 പീസിന്റെ ഒരു കുറവ് അവിടെ വരും. ഈ 10 പീസ് എടുക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ കാണത്തില്ല. അപ്പൊ ഇത് ചോദിച്ചാൽ അപ്പൊ അവർ പറയുന്ന ഒറ്റ കാര്യം എന്താ വെച്ചാൽ എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട്. ഞാൻ ലാസ്റ്റ് ഈ നമ്മള് കാണാത്ത ഏരിയകളുണ്ട്, ഈ ബെഡ്റൂമിന്റെ ആയാലും കോർണറുകൾ, സ്റ്റെയറിന് അടിയിൽ ഇങ്ങനെയൊക്കെയുള്ള പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ ടൈൽ കിട്ടും. ഇതിനോട് സാമ്യം വരുന്ന ഒരു ടൈലിനെ കയറ്റി വിടും. കാര്യം വേറെ ഓപ്ഷൻ ഇല്ല. കാര്യം പിന്നെ അല്ല ചിലപ്പോൾ ഈ പറഞ്ഞില്ലേ റേസറിന് പോലും ചിലപ്പോൾ തികയാണ്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവർ പറയുമ്പോ ഇവരൊക്കെ പറഞ്ഞില്ലേ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ സമയത്ത് പറയും. പക്ഷെ ചെല്ലുമ്പോ പിന്നെ പറയും അത് തീർന്നു കേട്ടോ. അതിനെക്കാട്ടിലും നല്ലൊരു മറുപടി പലരും കേട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്, കമ്പനി ഇതൊക്കെ നിർത്തിയെന്ന്. അതായത് ടൈല് വിറ്റ 5 ദിവസം കഴിഞ്ഞ് ബാലൻസ് എടുക്കാൻ ചെന്നാൽ പറയും ഇത് കമ്പനി നിർത്തി, ഇനി അത് കിട്ടത്തില്ല എന്ന് വെച്ചാൽ ഇനി ഇതും ചോദിച്ച് ഇങ്ങോട്ട് വരരുത്. അപ്പൊ ഈ പറഞ്ഞില്ലേ, അപ്പൊ ഇതൊരു അടിസ്ഥാനം. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവരാരോടായാലും പറയും നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന്റെ ഒരു 2 പീസ് നിങ്ങൾ എക്സ്ട്രാ ഓൾറെഡി ഹോൾഡ് ചെയ്യണം. ഇപ്പൊ ബ്രാൻഡഡ് ആണെങ്കിൽ, ഇപ്പൊ ബ്രാൻഡ് മെറ്റീരിയൽ ആണെങ്കിൽ ഒരു കാര്യം ഗുണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ എവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഇതിന്റെ ബാച്ച് നമ്പർ കൊടുത്തിട്ട് നമുക്ക് പീസ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊറിയറിൽ പോലും സാധനം കിട്ടും. ഈ അൺബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇതിനൊരു ബാച്ച് നമ്പർ ഇല്ല, ഒന്നുമില്ല, ഇതിനൊരു ഗ്രേഡ് ഇല്ല, ഇതിനൊരു ഇതുമില്ല, ഒരു പേര് മാത്രമേ കാണുള്ളൂ. മറ്റുള്ള ബ്രാൻഡുകൾക്ക് എന്ന് പറയുമ്പോൾ അവർക്കൊരു സീരിയൽ നമ്പർ ഉണ്ടാവും, അവർക്ക് കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. അത് നമ്മളിപ്പോ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ഇല്ല, നമുക്ക് മറ്റു പുറത്തുനിന്ന് എവിടെയെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നമ്മൾ കമ്പനി അറിയിച്ചാൽ ചിലപ്പോൾ അവിടെ നമുക്ക് കിട്ടുമായിരിക്കും. അങ്ങനെ കിട്ടിയ വർക്കുകളും ഉണ്ട് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ ഓൾറെഡി അവർക്ക് ഓർഡർ കൊടുത്ത് ചിലപ്പോൾ നമുക്കൊരു 5-6 ദിവസം ഡിലേ ആവുമായിരിക്കും, പക്ഷേ സെയിം സാധനം കിട്ടും. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ അൺബ്രാൻഡിൽ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും സാധനം മാറാൻ ഇത് കിട്ടില്ല, ഫ്ലോർ മാറ്റേണ്ടി വരും അവസാനം. അപ്പോൾ ഇതിൽ പറഞ്ഞില്ലേ ഒരു ഹാളിന്റെ നടുക്കാണ് പീസ് നമ്മൾ ബൈ ചാൻസ് നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു പറഞ്ഞാൽ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാന്നുള്ള വേറെ ഓപ്ഷൻ ഉണ്ട്, വേറെ ടൈൽ വെച്ച് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും കാർപ്പറ്റ് മൂവ്. എനിക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം എനിക്ക് കസ്റ്റമേഴ്സ് വരും പഴയ ടൈലിന്റെ പീസും കൊണ്ട്. മോസ്റ്റ്ലി അൺബ്രാൻഡഡ് ആയിരിക്കും, കിട്ടുമെന്ന് ചോദിച്ചു കിട്ടത്തില്ല. പക്ഷെ 10 വർഷം പഴയ കജാരിയ എടുത്തുകൊണ്ട് വന്ന
ഞാൻ 2 ഫോൺ കോൾ ചെയ്താൽ എനിക്ക് ഇവിടെ നിന്നില്ല, കണ്ണൂരായാലും താനും അവിടെ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ബ്രാൻഡിന്റെ പ്രത്യേകത അതാണ്. ബ്രാൻഡിലുള്ള ഏറ്റവും വലിയ ഗുണം അതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ആൾക്കാരോട് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ കാര്യം അതാണ്. നമുക്ക് വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഏത് സമയം നമുക്ക് ആ മെറ്റീരിയൽ അവൈലബിൾ ആണ്, മനസ്സിലായി. പിന്നെ ഏറ്റവും വലിയ വേറെ കാര്യമുണ്ട്, ഈ വർക്ക് ചെയ്ത് നമ്മളിപ്പോ സ്റ്റാർട്ടിങ് വർക്ക് ചെയ്ത് തുടങ്ങി നമ്മൾ ലേ ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയലിന് ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി കമ്പനിയെ അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിനെ അറിയിക്കാം. അതിന്റെ ഒരു ആള് വരും, ആള് വന്ന് അതിനെ വിസിറ്റ് ചെയ്ത് അതിനെ കുറിച്ച് കംപ്ലൈന്റ് എന്താണെന്ന് മനസ്സിലാക്കും. അതിന് പ്രോപ്പർലി ഉള്ള എന്താണെന്ന് എന്റെ ഒന്നീ മെറ്റീരിയൽ മാറ്റിയോ അല്ലെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ എന്താ വെച്ചാൽ അവരത് ഡീൽ ചെയ്യും. പക്ഷെ നമ്മൾ ഈ അൺബ്രാൻഡിലോട്ട് പോകുമ്പോൾ ഇത് തോന്നാൻ ആരുമില്ല. ഇത് അവര് പറയും അത് സാറേ എടുത്ത് ഇപ്പൊ നമ്മളെന്തോ പറയാൻ അതിപ്പോ ഈ വിലക്കൊന്നും കിട്ടത്തില്ല, ഇത് തന്നെ സാറിന് നല്ല വില കുറച്ചതാണ്. ഈ കാരണങ്ങളാണ് അവർ പറഞ്ഞത്. ഇതിനകത്ത് ഇത് ബൈ ചാൻസ് അവർ പറയുന്നത് ഇത്രയും വില കുറച്ച് എന്നിട്ട് ഇനി ഞങ്ങൾ സർവീസും കൂടെ തരണോ? അതെ, ഇതാണ് അവർ ഇൻഡയറക്ട്ലി. തീർച്ചയായിട്ടും. അത് മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ, ഇതൊരു ഈ അൺബ്രാൻഡ് നമ്മളുടെ വർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഞാണിമ കളിയാണ്. ഒത്ത് വന്ന് പണി കഴിഞ്ഞാൽ ഒത്ത് പിന്നെ ഒത്ത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഒരു മങ്ങല് ഫീൽ ചെയ്യല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ലേ ചെയ്ത് കംപ്ലീറ്റ് ആവുന്നിടം വരെ ഓക്കെ ഒത്ത്. പിന്നെ ഈ പറഞ്ഞില്ലേ ഈ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താ വെച്ചാല് ഈ കോൺട്രാക്ട് ബേസിൽ വീടുകൾ വർക്ക് എടുക്കും. അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ 1600 രൂപ 1300 രൂപയ്ക്കൊക്കെ നമ്മളെ നാട്ടിൽ പോസ്റ്റർ എഴുതി കൊടുത്തിട്ടുണ്ട് ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. സത്യത്തില് ഈ കോൺട്രാക്ടേഴ്സ് അവരുടെ നിവർത്തികൾ കൊണ്ട് ചെയ്തു പോന്നെ. മെയിനായിട്ട് ഒരു കോൺട്രാക്ടർ ഇപ്പൊ കജാരി വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 2000 രൂപയ്ക്ക് പോകും. അതെ. അപ്പൊ പിന്നെ അത് കസ്റ്റമർ ആക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ അത് വെച്ചാൽ വീട്ടുകാരൻ നോക്കണ്ട. വീട്ടുകാർ 2 കാര്യങ്ങളാണ്. ഈ പ്ലംബിംഗ് സ്ഥലങ്ങളിൽ കൺസീൽഡ് വരുന്ന പൈപ്പുകളിൽ നല്ല ക്വാളിറ്റി പൈപ്പ് ഉപയോഗിക്കുക, അതേപോലെ വയർ നല്ലത് ഉപയോഗിക്കുക. അപ്പൊ അതെന്തിനാ ഉപയോഗിക്കുന്നത്? കാര്യം ഇതൊന്നും നമുക്ക് ഒരിക്കലും മാറ്റാൻ അഴിച്ചു പണിയാൻ പറ്റില്ല, ഉള്ളിലായി പോകുന്ന സംഭവമാണ് കൺസീൽഡ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ടൈലിന്റെ കാര്യം ഇപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഒരു കോൺട്രാക്ടർ നമുക്കിപ്പോ ഒരു റേറ്റിൽ വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ നമുക്കൊരു 50 രൂപയുടെ മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ സമയമാകുമ്പോൾ ആ പർട്ടിക്കുലർ പുള്ളിക്കാരന് ചിലപ്പോൾ അത് കൈ നിന്നെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ അൺബ്രാൻഡിലോട്ട് പുള്ളിക്കാരന് പോകേണ്ടി വരും. അത് ആരുടെ തെറ്റല്ല, പുള്ളിയുടെ തെറ്റല്ല അത്. കാര്യം പുള്ളിയുടെ നിസ്സഹായാവസ്ഥ അത്. കാര്യം വേറെ ഓപ്ഷൻ അല്ല. പുള്ളി 75-ന് ടൈൽ ഇടാമെന്ന് പറഞ്ഞ് സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂട്ടിയിട്ട് ആ കൊട്ടേഷൻ അക്സെപ്റ്റ് ചെയ്തില്ല കസ്റ്റമർ. അടുത്ത ആൾ കൊണ്ടുപോകും, അപ്പൊ വർക്ക് കിട്ടത്തില്ല. പുള്ളി പറഞ്ഞ 75 പുള്ളിയെക്കാളും 40 രൂപയ്ക്ക് ചെയ്തു കൊടുക്കാൻ വേറെ ആള് പുറത്ത് വേറെ കാണും. അപ്പൊ പുള്ളിയുടെ നിസ്സഹായാവസ്ഥ കൊണ്ട് പുള്ളി അത് സമ്മതിക്കും. അപ്പോഴും ഈ കസ്റ്റമർ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ പല വീടുകളും ചെയ്യുമ്പോൾ കോൺട്രാക്ട് ബേസ് കൊടുത്തുള്ള വീടുകൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു അനുഭവം അതാണ്. കസ്റ്റമർ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഇങ്ങനെയുള്ള പർട്ടിക്കുലർ സമയങ്ങളിൽ ഈ പ്ലംബിംഗിന്റെ കൺസീൽഡ് ചെയ്യുന്ന സമയങ്ങളിലും ഈ വയറിംഗിന്റെ സമയങ്ങളിലും പ്രോപ്പർലി ടൈലിന്റെ സമയങ്ങളും ഈ സമയങ്ങളിൽ അവരുമായിട്ടൊന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ആ കോൺട്രാക്ടർക്ക് അതിനകത്ത് നിന്ന് ഇവർ എന്തായാലും ടൈൽ സെലക്ട് ചെയ്യാൻ പോകും. ഈ ടൈൽ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ അൺബ്രാൻഡ് എന്നുള്ളതിനെ കുറിച്ച് അവർ നല്ലതിനെ കുറിച്ച് ഇപ്പൊ ഇതിനകത്ത് ഒരു ഞാൻ പറഞ്ഞില്ല ഒരു 1000 സ്ക്വയർ ഫീറ്റിന്റെ വീടിനെ മൊത്തത്തിൽ അവർ കണക്കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഒരു 5000 രൂപ 6000 രൂപ കൂടുതൽ വരുമെന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് ബ്രാൻഡ് ഇടാൻ പറ്റും. ഒരു 5000 രൂപ 6000 രൂപ അധികം ആവുന്നേ ഉള്ളൂ, പക്ഷെ അവർക്ക് ബ്രാൻഡ് ഇടാൻ പറ്റും. അപ്പൊ അവർക്കൊരു വിശ്വാസമുണ്ട് അവർ താമസിക്കുന്ന വീട്ടിലിട്ടിരിക്കുന്ന മെറ്റീരിയൽ ബ്രാൻഡാണ്. അവർ ഇപ്പം ഉള്ളിലിട്ടിരിക്കുന്ന പൈപ്പ് നല്ലതാണ്, വയർ നല്ലതാണ് എന്ന് പറയണമെങ്കിൽ ടൈലും നല്ലതാണെന്ന് അവർക്ക് ചെയ്യണം. പക്ഷെ ഇത് ആ സമയമാകുമ്പോൾ ആ കോൺട്രാക്ടറോട്ടും സംസാരിച്ച് പുള്ളിയോട് അതിന് അധികമാവുന്ന എന്തെങ്കിലും ഒരു ചെറിയ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അത് പുള്ളിക്ക് കൊടുക്കാൻ തയ്യാറായ പുള്ളി നല്ല രീതിയിൽ ചെയ്യും. ആ പുള്ളിക്കും അതിന്റെ ഗുണമാണ്. കാര്യം പുള്ളി ചെയ്തൊരു വർക്ക് അത്രയും ക്വാളിറ്റി ആയിട്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഇപ്പൊ 50 രൂപയ്ക്കാണ് ടൈല് പറഞ്ഞെങ്കിൽ ടൈൽ എടുക്കാറാവുമ്പോഴത്തേക്ക് ജസ്റ്റ് കോൺട്രാക്ടറിനെ ഒന്ന് വിളിച്ച് പറയാം 50 രൂപ എന്തായാലും നിങ്ങൾ ഇടുന്നത്, ഒരു 10 രൂപയും കൂടെ ഞങ്ങൾ ഇടാം. ആ 10 രൂപ ആകുമ്പോൾ ഞങ്ങൾക്ക് 60 രൂപയുടെ ടൈല് നമുക്ക് മേടിക്കാം. 60 രൂപയുടെ ടൈല് വരുമ്പോൾ സത്യം പറഞ്ഞാൽ കജാരിയുടെ കാർവിംഗ് ടൈൽസ് വരെ 4 കിട്ടും. അതെ, 60 രൂപ റേഞ്ചിനകത്ത്. അപ്പോൾ അത് ഭയങ്കര ബെനിഫിറ്റ് അല്ലേ? അത് ബെനിഫിറ്റ് മാത്രമല്ല, അപ്പൊ അവർക്കൊരു തോന്നൽ വരും എന്ന് വെച്ചാല് ഇത് ഞാൻ ചെയ്ത ബ്രാൻഡ് ആണെന്നൊരു കാര്യം. സ്വന്തമായിട്ട് വീട് ചെയ്യുന്ന ഒരു വ്യക്തിക്കും അയാളുടെ വീടിന്റെ എത്രത്തോളം എല്ലാം ബ്രാൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹക്കാരാണ്. അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ചെയ്തേക്കുന്ന സാധനം ബ്രാൻഡ് ആണെന്നുള്ളൊരു തോന്നൽ. നേരെ മറിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വളരെ നിസ്സാരപ്പെട്ട ഈ പറഞ്ഞ ഒരു എക്സ്പെൻസീവിന് വേണ്ടിയിട്ട് നമ്മളൊരു അൺബ്രാൻഡിലോട്ട് പോയി ചെയ്യുമ്പം അതിൽ നാളെ എന്ത് വന്നാലും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മൾ കുറഞ്ഞതിട്ടുണ്ടെന്ന് പറയും, കുറഞ്ഞ മെറ്റീരിയൽ ഇട്ടുകൊണ്ടാണ് നമുക്ക് സംഭവിച്ചെന്നൊരു ഫീൽ വരും. പക്ഷെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ബ്രാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കനപ്പായാലും വയറായാലും സിമെന്റ് ആയാലും മണ്ണായാലും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സാധനവും തടിയായാലും ഇങ്ങനെ കമ്പി ആയാലും ഇതിനെല്ലാം നമ്മൾ റേഷ്യോ ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ നല്ലത് വേണം ചെയ്യണമെന്ന് വീട്ടുകാരൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബ്രാൻഡിൽ ടൈലിന്റെ കാര്യത്തിലോട്ട് വരുമ്പം പക്ഷേ ഈ 23 എന്ന് പറയുന്ന ഈ പ്രൈസിനകത്തുള്ള മെറ്റീരിയൽ അവർ പറയുന്ന അത്യാവശ്യം നല്ല ബ്രാൻഡാണെന്നാ പറയുന്നത്. ഇതിനൊരു പേരും പറയും. ഈ പേര് 10 ദിവസം കഴിഞ്ഞ് വേറെ ചെല്ലുമ്പോൾ വേറൊരു പേരായിട്ട് അതിനെ മാറി കാണിക്കുന്നത്. പക്ഷെ അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പൊ കജാരിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇപ്പം അതേപോലെ തന്നെ നമ്മളെ സൊമാനിയ ഉണ്ട്, നിക്കോ ഉണ്ട്, അങ്ങനെ ജോൺസൺ ഉണ്ട്, അങ്ങനെ പല കമ്പനികളുണ്ട്.
ഒരുപാട് കമ്പനികളുണ്ട്, ജോൺസൺ ഉണ്ട്, പിന്നെ സിംബോള ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനികൾ ബ്രാൻഡുകളുണ്ട്. എപ്പോഴും നമ്മൾ ബ്രാൻഡിൽ പിടിക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ 10 രൂപ നമുക്ക് ഈ പറഞ്ഞ ജസ്റ്റ് ഒന്ന് കൂടുതൽ അതിനകത്ത് കൂടുതൽ വരായിരിക്കും. ആ കൂടുതൽ നമുക്ക് ലൈഫ് ലോങ് അസറ്റാണ്. കാര്യം ഇതിന്റെ മേളിൽ നമ്മളിനി കുറച്ച് കാലത്തേക്ക് തിരിഞ്ഞു നോക്കിയേ വേണ്ട. പക്ഷേ അൺബ്രാൻഡിലോട്ട് പോകുമ്പോൾ ഉള്ള പ്രശ്നം ഇതൊക്കെയാണ്. കാര്യം കാലക്രമേണ ഇതിന് വെറിക്കലുണ്ടാവും. ഈ ടൈലുകൾക്ക് വെറിക്കലുണ്ട്, പക്ഷെ ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു വീടിന്റെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു നല്ലൊരു സമയം കഴിയുന്നതിന് മുമ്പ് അതിനകത്ത് പല പല കംപ്ലൈന്റുകൾ വരാൻ തുടങ്ങുമ്പോൾ ആദ്യം കോൺട്രാക്ടർ വഴക്കുറയും, പിന്നെ ഈ പണിഞ്ഞവനെ വഴക്കുറയും. അപ്പൊ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് പർച്ചേസ് ആണ് ഇതിന്റെ മെയിൻ ദോഷം. ഈ പർച്ചേസ് ആണ് ദോഷം. പക്ഷെ ഇതിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ള. ഇവര് പറയുന്ന നമ്മളത് ഇത്ര കൊടുത്ത് ടൈൽ എടുത്തല്ലേ, അതല്ലേ നമ്മൾ ചേർത്തല്ലേ, അതല്ലേ ഈ വർക്കർ ചോദിക്കും നിനക്ക് സിമെന്റ് എടുത്ത് തന്നില്ലേ, നീ ഞാനല്ലേ ഇപ്പൊ നീ പറയാൻ ചെയ്യാത്തത് ചോദിക്കും, നീ പറയാൻ എന്താന്ന് ചോദിക്കും. അല്ലെങ്കിൽ കോൺട്രാക്ടറോട് ചോദിക്കും, ഇയാൾ ഇങ്ങനെ കംപ്ലൈന്റ് ഉണ്ട്, ഇയാൾ എന്തിട്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിക്കാം. അപ്പൊ അവിടെയാണ് കോൺട്രാക്ടർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അപ്പൊ അയാൾ ഈ പറഞ്ഞ ഓരോ കോൺട്രാക്ടറും അവൻ ആ ഇതെല്ലാം ഒപ്പിച്ച് അതിനകത്ത് കൊണ്ടുവരണം ആ പ്രൈസിനകത്ത്. പക്ഷെ ഞാൻ പറയുന്ന പറഞ്ഞാൽ ഇതേ കണക്കുള്ള പർച്ചേസ് സമയങ്ങളാകുമ്പോൾ മാക്സിമം അവര് ഇത് ചെയ്യണം. അത് ടൈൽസിൽ മാത്രമല്ല, അത് വയറായാലും സിമെന്റ് എല്ലാ കാര്യത്തിലും നമ്മളിപ്പോ ഒരു ടൈൽസ് എന്ന് പറയാം, ടൈൽസിനെ മാത്രമായതുകൊണ്ടല്ല, ഓരോ കാര്യത്തിനകത്തും നമ്മൾ അതിനെ എടുത്തെടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തോണ്ടിരിക്കും. ഞങ്ങൾ കുറച്ചുകൂടെ പൈസ ഇടാം, നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യും. കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ഒരു ഞെരുക്കം വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് അത് നോക്കാം. അല്ലെ ഇപ്പൊ അവര് ഒരു നീട്ടി കൊടുക്കാന്ന് പറഞ്ഞാലും ഒരു ഡേറ്റ് പറഞ്ഞുകൊണ്ട് നീട്ടി വെച്ചാൽ ശരി, നല്ലത് ചെയ്യാൻ നോക്കുക. പക്ഷെ അല്ലെങ്കിൽ ഒരു കുഴപ്പം ഇത് ഞാൻ ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ 1 വർഷം 1.5 വർഷം 2 വർഷമൊക്കെ ആയ വീടുകളിൽ നമ്മൾ പോയി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും റീവർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് പാലുകാച്ചിന് ഒരാഴ്ച മുമ്പ് ബാൽക്കണി പൊളിച്ച് റീവർക്ക് ചെയ്ത കേസ് എനിക്ക് തന്നെ അറിയാം. അതായത് ബാൽക്കണിക്കകത്ത് മൊത്തം വെള്ളം ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെയിൻ പിടിക്കുന്ന പ്രശ്നങ്ങൾ. അത് ഞാൻ അടുത്ത് ചോദിക്കാനിരുന്നത്. അപ്പൊ കുറഞ്ഞ ടൈലിന് അബ്സല്യൂട്ട്ലി കുറഞ്ഞ ഗ്ലേസ് ആയിരിക്കും ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ ഇത് എപ്പോക്സി ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി ബ്ലാക്ക് ലൈൻസ് എല്ലാവരും ഇടുന്നത്. എല്ലാവരും പെട്ടെന്ന് ബ്ലാക്ക് ലൈൻ അങ്ങ് ഇട്ടങ്ങ് മാറിയാൽ മതി. എപ്പോക്സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിലിന്റെ ഒരു 90% ബ്ലാക്ക് കളറാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുറഞ്ഞ ടൈലിന്റെ പുറത്ത് ഇത് ഇട്ടിട്ട് ഇത് സ്ക്രബ് ചെയ്ത് എടുക്കുമ്പോൾ എങ്ങനെ ജോയിന്റിലും കറക്റ്റ് ആയിട്ട് ആ ഒരു ചെറിയൊരു മങ്ങൽ ഫീൽ ചെയ്യും. ഇത് ചിലരെന്ന് പറഞ്ഞാല് ഈ ഫുൾ ബോഡി തന്നെ ഉണ്ട് ഇപ്പം അൺബ്രാൻഡിന്റെ ഫുൾ ബോഡി മാറ്റ് ഫിനിഷ് ഉണ്ട്. ഈ മാറ്റ് ഫിനിഷുകളാണ് ഇത് ഏറ്റവും കൂടുതൽ അറിയുന്നത്. ഗ്ലോസിക്കകത്ത് പിന്നെയും പോകും. കാര്യം ഗ്ലോസിക്കകത്ത് പിന്നെയും പോകുന്ന പറഞ്ഞാൽ പിന്നർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങ് പോകും. പക്ഷെ ഈ മാറ്റ് ഫിനിഷ് ഉണ്ട്, അൺബ്രാൻഡിന്റെ മാറ്റ് ഫിനിഷ് ഉണ്ട്. ഈ മാറ്റ് ഫിനിഷിനകത്ത് ഈ സാധനം പോയില്ല. ഇതിന് എപ്പോക്സിയുടെ റെസിന്റെ ആ ഒരു പശപ്പ് അത് അതിനകത്ത് റിമൂവ് ആവത്തില്ല. കാര്യം അത് കുറഞ്ഞ ഒരു പ്രതലമായതുകൊണ്ട് അതിനകത്ത് പിടിച്ചേണ്ടിരിക്കും. കാര്യം ഇതിനകത്ത് വിട്ടുമാറുകയില്ല. അത് ഈ കട ഉള്ളിൽ. അപ്പൊ ഇത് എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് ഒരു നല്ല സമയം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വീട്ടുകാർ ഈ പറഞ്ഞ വർക്കറെ കംപ്ലൈന്റ് പറയുള്ളൂ, അവൻ ചെയ്തതിന്റെ കംപ്ലൈന്റ് ആണെന്ന് പറയും. പക്ഷെ ഈ മെറ്റീരിയലിനെ കുറിച്ച് ഒരിക്കലും ഇവർ നെഗറ്റീവ് പറയല. കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതാണ് സംഭവം. കാര്യം ഈ മെറ്റീരിയലും നന്നായിരിക്കണം. ഇനി പണിക്കാര് മെറ്റീരിയലിനെ കുറ്റം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നാട്ടിലെ 1/4 പണിക്കാർ വീട്ടിലിരിക്കത്തേ ഉള്ളൂ. ഉദാഹരണം ഒരു നല്ലൊരു നോട്ട്ബുക്ക് നമ്മൾ വാങ്ങിയിരിക്കട്ടെ, ഒരു നല്ല നോട്ട്ബുക്ക് വാങ്ങി, ഒരു നോട്ട്ബുക്കിന്റെ വില ഇപ്പൊ നല്ലൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ വാങ്ങുമ്പോൾ 35 രൂപ നല്ല ക്ലാസ്മേറ്റ്സിന്റെ നല്ല നോട്ട്ബുക്ക്. ഇതേ പേപ്പറും ഇതേ സൈസിലും ഇതേ വലിപ്പത്തിലുമായ ഒരു നോട്ട്ബുക്ക് 20 രൂപയ്ക്കും കിട്ടുന്നുണ്ട്, അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഇതിനകത്ത് നമ്മൾ എന്താ നോക്കുന്നത്, പേപ്പർ ക്വാളിറ്റി നോക്കും. അപ്പൊ നമ്മളൊരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ ആ ലെറ്ററിന്റെ ആ പേപ്പറിന്റെ ബാക്ക് പോർഷനിൽ ആ ലെറ്റർ പടരുന്നു നമ്മൾ നോക്കും. മഷിപ്പേന ഉപയോഗിക്കുകയാണെങ്കിലും മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്ന പേപ്പർ ക്വാളിറ്റി. നേരെ മറിച്ച് 20 രൂപയ്ക്ക് വാങ്ങിയ പേപ്പറിനകത്ത് നമുക്ക് എഴുതാൻ പറ്റും. ഈ രണ്ടിലും വായനയൊക്കെ ഒന്ന് കഴിക്കും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കാലപരിധി കഴിയുമ്പോൾ ഈ കുറഞ്ഞ പേപ്പറിലുള്ള മഷി പടരാൻ തുടങ്ങും. ഇത് നമുക്ക് ഒന്നൊന്നിനോട് പടർന്ന് അപ്പൊ എന്ന് പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ഈ മെറ്റീരിയലിനകത്ത്. കാര്യം 23 രൂപയ്ക്ക് വാങ്ങുന്ന ടൈലും ഈ 50 രൂപയ്ക്ക് വാങ്ങുന്ന ഈ സാധനവും തമ്മിൽ സൈസിലും കാഴ്ചയിലൊക്കെ ഒരേ കണക്കിരിക്കും. പക്ഷേ ഇതിന്റെ ക്വാളിറ്റി വിഷയം ഇവിടെ വരുന്നത്. അപ്പൊ ഈ 23 എന്ന് പറയുന്നത് 2x2 സൈസാ. ഈ 4x2 33 പറയുന്നത്. 33ന്റെ ടൈലിനകത്തും ഇതേ പ്രശ്നങ്ങൾ തന്നെ. അല്ല ഇപ്പൊ 4x2 പറയുന്നുണ്ട്, 28 രൂപയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. കാര്യം ഇത് കസ്റ്റമർക്ക് എത്രത്തോളം ഇതാ നമ്മളെ ചെയ്യുന്നത്. കാര്യം നമ്മൾ പലപ്പോഴും പലരോടും പറയും, നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഇന്ന് കേട്ടിട്ടില്ലാത്ത പോലും പേരുകളില്ല ഇത് വരുന്ന. അപ്പൊ നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവര് ഇത് എന്തോ ഒരു വലിയ സംഭവമായിട്ട് ഇതിനെ ബ്രാൻഡ് ചെയ്ത് നമ്മുടെ അടുത്ത് പറയും. നല്ല കാണാൻ നല്ല ഭംഗിയാണ്, നല്ല സാധനമാണ്, ഇത് അതാണ് നമ്മളോട് പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പറയും അവരോട്, അപ്പോൾ ഇത് ഇച്ചിരി കൂടെ നമുക്ക് നല്ല എടുക്കാം. ഈ പറഞ്ഞില്ലേ ചില തട്ടിപ്പുള്ള പേപ്പർ ആണെങ്കിൽ ഇരിക്കുള്ളൂ, തിക്നെസ്സും കുറവാണ്. ചിലർ തിക്നെസ് കൂടുതലാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരാൾ കല്ലിനകത്തൊക്കെ ഇടിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ടൈൽസ് വെച്ച് താബുക്ക് അടിച്ച് പൊട്ടിക്കുന്നത് കാണിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ഈ മലയാളികളല്ലേ, നമുക്ക് എന്തിനോടും നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം പറയുന്നതിന് ലോജിക്ക് വേണം. ഒരു ടൈൽസ് വെച്ച് ഒരു താബുക്ക് ഇടിച്ച് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ ഇത് പോസിബിൾ അല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ പുള്ളി എന്തർത്ഥത്തിൽ കാണിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അതിന്റെ പിന്നിൽ വന്ന കുറെ കമന്റുകൾ വായിച്ചേ, അവിടാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പോലെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പീസ് എടുത്തിട്ട് പൊട്ടലേ കാര്യം കറക്റ്റ് ആയിട്ടൊക്കെ വെട്ടി എല്ലാം കൊണ്ടുവച്ചിട്ട് തട്ടിപ്പൊളിക്കുമ്പോൾ തന്നെ കുടിഞ്ഞു പോകും. ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഈ പുള്ളിക്കാരൻ താപൂക്കിലിച്ച് കാണിക്കുന്നത്. അതും ഈ അൺബ്രാൻഡ് സാധനം 23 രൂപ എന്ന് പറഞ്ഞ ഈ സാധനത്തിന് താപൂക്കിലിച്ച് കാണിക്കുന്നത്. അപ്പോഴും നമ്മൾ അതിന്റെ എന്താണ് അതിന്റെ ചിലർ കാണാൻ അതിനെ മറിച്ചൊക്കെ ഇട്ട് കാണിക്കുന്നതാണ് തറയിലോട്ട്. കാര്യം ഇത് ഫ്ലാറ്റ് സർഫേസിലാണ് വീഴുന്നത്. ഒരു 25 പൈസ കോയിൻ അതിന്റെ ഇടയ്ക്ക് വെച്ചാൽ പൊട്ടും. 25 പൈസ കോയിൻ വേണ്ട, ഒരു കുറച്ച് മണ്ണ് കിടന്നാൽ പൊട്ടും. അത് സംഭവം അത് വന്ന് വീഴുന്ന ഫ്ലാറ്റിന്റെ അതപ്പോ ഇങ്ങനെ കുറെ ട്രിക്കുകളുണ്ട്. അപ്പൊ ഈ ട്രിക്കുകൾ ഇത് കാഴ്ചയിൽ ഞാൻ പറഞ്ഞേ ഈ സാധാരണക്കാരായ മനുഷ്യരെ മുമ്പിൽ സത്യം പറഞ്ഞാൽ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഞാൻ പറഞ്ഞേ ഈ നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്താലും അവർ നെറ്റിൽ സെർച്ച് ചെയ്യും. ആ നെറ്റ് സെർച്ച് ചെയ്തിട്ട് അതിന്റെ ഒരു ഷർട്ട് വാങ്ങണമെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്ത് വാങ്ങുന്ന ആൾക്കാരും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വാങ്ങുക. അതാണ് ബ്രാൻഡ് എന്താണ് അൺബ്രാൻഡ് എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലെ ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ബ്രാൻഡുകൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. സാറിന് ഇപ്പൊ സെയിൽ ചെയ്യുന്ന സാറിന് അറിയാൻ പറ്റും, ബ്രാൻഡുകൾക്ക് വളരെ കുറച്ച് ഡിസൈൻസേ കാണത്തുള്ളൂ. ഈ അൺബ്രാൻഡിനുള്ള പ്രശ്നം എന്തറിയോ, ഒരു 50,000 ഡിസൈൻ കാണും. ഈ 50,000 ഡിസൈനിൽ പല ക്വാളിറ്റിയിൽ ഇത് കാണിക്കുന്നത്. ഇത് സാർ വേറെ കാര്യത്തിൽ ഈ അൺബ്രാൻഡ് ഷോപ്പുകൾ ഒരിക്കലും ഈ അൺബ്രാൻഡ് വെച്ച് ഒരിക്കലും ഒരു മോക്കപ്പ് ചെയ്ത് കാണിക്കത്തില്ല. ഒറ്റ പീസായിട്ട് അവർ വെക്കുള്ളൂ. ബ്രാൻഡ് ഉള്ള മെറ്റീരിയൽ ഇപ്പൊ കജാരിയോ ഈ ഒയാസിസ് സൊമാനിയ അങ്ങനെയുള്ള മെറ്റീരിയൽ എല്ലാം അവർ മോക്കപ്പ് ചെയ്ത് കാണിക്കും. കാരണം അവർക്കറിയാം ഇത് 2 വർഷം 3 വർഷം കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ഇവിടെ കാണുമെന്ന്. പക്ഷേ അൺബ്രാൻഡ് ഒരിക്കലും ഒരു സിംഗിൾ പീസ് ആയിട്ടേ വെക്കുള്ളൂ. അത് എന്തുകൊണ്ടാണ് വെക്കുന്നത് നാളെ കാണില്ല. അത് മാത്രമല്ല ഇത് 4 പീസ് അടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ദോഷം അത് വേറെ റാൻഡംനെസ് കാണുന്നത്. ഡിജിറ്റൽ ടൈലിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ റാൻഡംനെസിന്റെ എണ്ണമാണ്. അപ്പൊ എത്ര ടൈല് നല്ലതാവുന്നു അത്രയും അതിന്റെ റാൻഡംനെസ് കൂടും. അൺബ്രാൻഡഡ് ടൈൽസ് കോസ്റ്റ് കട്ട് എന്ന് വെച്ചാൽ ഇതെല്ലാം റെപ്ലിക്ക ടൈൽസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ശരിക്കും അടുത്തടുത്ത് 3 ടൈല് 4 ടൈല് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാണുന്നവർക്ക് അപ്പൊ തന്നെ അറിയാം ഇത് റെപ്ലിക്ക ടൈൽസ്, അതിനകത്ത് റാൻഡംനെസ് ഇല്ലെന്ന്. അത് മാത്രമല്ല അതിനകത്തുണ്ടാകുന്ന ഫിനിഷ് വ്യത്യാസം, ഈ തിരമാലകൾ ഞാൻ ഈ പറഞ്ഞ ആ ഒരു പ്രതലത്തിലുള്ള ഒരു വ്യത്യാസം, ഇതെല്ലാം നമ്മളൊരു 3-4 ടൈൽ അടുപ്പിച്ചെല്ലാം അറിയാൻ പറ്റുള്ളൂ. ഈ ഒറ്റ പീസ് കണ്ടാണ് ഈ അൺബ്രാൻഡ് കച്ചവടം കൂടുതൽ നടക്കുന്നത്. ഈ അൺബ്രാൻഡ് ഇത് ആൾക്കാർ കാഴ്ചയിലും ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നറിയോ, ഒരു 50 കളർ ഇങ്ങനെ ഇരിക്കുക, അതിലാണ് ഫീൽ ചെയ്യുന്നത്. സെലക്ട് ചെയ്യണം. പക്ഷെ നേരെ മറിച്ച് നമ്മൾ എപ്പോഴായാലും ഒരു ഫ്ലോറിന്റെ കാര്യത്തിലോട്ട് അല്ലെ ബാത്റൂമിന്റെ കാര്യത്തിലോട്ട് നമ്മൾ മോക്കപ്പുകൾ തന്നെ ബേസ് ചെയ്യണം. മോക്കപ്പിനെ ബേസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ ഒരു ബാത്റൂം ഓടിച്ചാൽ എന്തായിരിക്കും എന്നുള്ളൊരു ഏകദേശം ഫൈനൽ ലേഔട്ട് എങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ബാത്റൂമിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യും. അതായിരിക്കും എന്റെ ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുള്ളതേ ഉള്ളൂ, ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടും നമ്മുടെ അനുഭവത്തിന്റെ വിളിച്ചിട്ട് പറയാം, 100 സ്ക്വയർ ഫീറ്റ് ടൈല് നമ്മൾ അൺബ്രാൻഡ് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് നമുക്കൊരു 120-110 സ്ക്വയർ ഫീറ്റ് ഉറപ്പായിട്ടും വേണം. ബ്രാൻഡ് ആണെങ്കിൽ 100 തന്നെ മതി. ഈ 10 സ്ക്വയർ ഫീറ്റ് അധികം പോകുമ്പോൾ അതും ഒരു കോസ്റ്റ് ആണ്. അവിടാണ് എന്റെ സത്യാവസ്ഥ. പിന്നെ അതുമല്ല ഇത് ഈ എസ്പെഷ്യലി വലിയ അഡ്വർടൈസ്മെന്റ് ഒക്കെ കേട്ട് 200-300 കിലോമീറ്റർ ദൂരെ പോയി മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അന്നേരം 100 സ്ക്വയർ ഫീറ്റിന് 130 സ്ക്വയർ ഫീറ്റ് അവർ കയറ്റി വിടും. ഈ അടുത്ത സമയത്ത് ഇവിടെ കൊല്ലത്തിന് വർക്ക് ചെയ്യുമ്പോൾ അവര് ഷോപ്പ് എറണാകുളത്ത് പോയി പർച്ചേസ് ചെയ്തു. അപ്പം എറണാകുളത്ത് പോയി പർച്ചേസ് ചെയ്ത് മെറ്റീരിയലൊക്കെ ഒന്ന് ലേ ചെയ്ത് തുടങ്ങി. അപ്പൊ ലേ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു 5 ബോക്സ് അധികം ഇരിക്കുന്നു വർക്ക് കഴിഞ്ഞപ്പം. അത് 6x4 സൈസാണ്, 5 ബോക്സ് ആയിരിക്കും. 5 ബോക്സ് 6x4 ആയപ്പോൾ ഏകദേശം 50 സ്ക്വയർ ഫീറ്റ് വെച്ച് 300 സ്ക്വയർ ഫീറ്റ്. അതെ. അപ്പൊ ഞാനപ്പം നോക്കിയപ്പോ നല്ല സ്ക്വയർ ഫീറ്റ് ആയിട്ട് 118 രൂപ വിലയുള്ള മെറ്റീരിയലും. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അപ്പം ഇതെന്താ വെച്ചാൽ ഈ കോൺട്രാക്ടർ ഇതിന്റെ ഡിസൈനർ കൊടുത്ത അളവ് വെച്ചിട്ട് എന്റെ ഒരു ഇത്ര ശതമാനം ഒരു കൂട്ടിയെടുത്ത്. അപ്പം അതെന്താ സംഭവിച്ചത്, അത് ബ്രാൻഡ് ആയിരുന്നു മെറ്റീരിയൽ, ബ്രാൻഡ് മെറ്റീരിയൽ ആയിരുന്നു. അപ്പൊ ഇവരെന്ന് വെച്ചാൽ പ്രൈസിന്റെ ഒരു വിഷയം വെച്ചാൽ എറണാകുളം പോയി സ്റ്റുഡിയോയിൽ പോയി നോക്കി എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഇവരെന്തായാലും ഓൾറെഡി. പക്ഷെ ഇവർ ചെയ്തൊരു മണ്ടത്തിന് ഇപ്പൊ സ്റ്റുഡിയോ ഓക്കെ, നമുക്ക് സ്റ്റുഡിയോയിൽ പോയി കാര്യങ്ങൾ കാണാൻ കണ്ട് ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്നുള്ള അവൈലബിൾ ആണെന്ന് തിരക്കണമായിരുന്നു. ചിലപ്പോൾ 1 രൂപ 2 രൂപ ഡിഫറൻസ് ഉണ്ടാവും. കാര്യം ട്രാൻസ്പോർട്ടേഷൻ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണ്. ഇപ്പൊ ഒരു പീസ് നമ്മൾ കറക്റ്റ് സ്ക്വയർ ഫീറ്റ് നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി, നമുക്കൊരു പീസ് വേണമെങ്കിൽ എടുക്കാം. ഇത് ഈ 5 ബോക്സ് അവിടെ കൊണ്ട് വെച്ചിട്ട് ഇത് ഇവിടുന്ന് തിരിച്ച് എറണാകുളം കൊണ്ട് പോകണമെങ്കിലുള്ള എക്സ്പെൻസീവ് വെച്ച് നോക്കുമ്പോൾ പുള്ളി ലാസ്റ്റ് എന്തോ പുള്ളി ഒരു വർക്ക് ഏരിയ പണിഞ്ഞപ്പം അതിനകത്ത് കിട്ടും 118 സ്ക്വയർ ഫീറ്റ് മെറ്റീരിയലാണ് പുള്ളി വർക്ക് ഏരിയ. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, കൊല്ലത്ത് ആ മെറ്റീരിയലിന് പുള്ളി വില ചോദിച്ചപ്പം അതിനേക്കാളും 4 രൂപ കുറവ് എറണാകുളത്താന്ന് പറഞ്ഞ പുള്ളി പർച്ചേസ് ചെയ്ത പുള്ളിക്ക് ഉണ്ടായ നഷ്ടം എന്താ, ഈ 5 ബോക്സ് ഇവിടെ ഇരുന്ന് പോയപ്പം 300 സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ 300 × 118 മൈനസ് ലെറ്റ്സ് ഒരു 35 രൂപ. അതെ, 70 രൂപ സ്ക്വയർ ഫീറ്റ് 300 പ്ലസ് പറഞ്ഞ പുള്ളിക്ക് വർക്ക് ഏരിയയിലും ഇത് രണ്ടും വന്നു. അവിടാണ് ഇതിന്റെ വിഷയം വന്നത്. അപ്പൊ ഇത് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കാര്യം നമ്മള് എവിടെ ആയാലും നമ്മുടെ അഡ്വർടൈസ്മെന്റ് കേട്ടാലും നമ്മുടെ നാട്ടില്, അതായത് ഇപ്പൊ കൊല്ലം ആയാലും നിങ്ങൾ കായംകുളം ആയാലും നിങ്ങൾ ഇവിടെ ആയാലും കോട്ടയം ആയാലും
എന്തായാലും അവരവരുടെ സ്വന്തം സ്ഥലത്ത് എന്തുവാ കിട്ടുന്നത് അതെ അതൊന്ന് അറിഞ്ഞിട്ട് വേണം എപ്പോഴും സിറ്റിക്ക് പുറത്ത് കാരണം സ്വന്തം സ്ഥലത്ത് അവർക്ക് നോക്കിയിട്ട് അവർക്ക് മാക്സിമം കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ അവർ അവിടുന്ന് തന്നെ എടുക്കുക. ഇല്ല നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് കുറെ കാര്യങ്ങൾക്ക് അറിവും കാര്യങ്ങളും കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോപ്പ് തിരഞ്ഞെടുക്കാം. പക്ഷെ അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ, നിങ്ങൾ മാക്സിമം അളവിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ക്വാണ്ടിറ്റി, പിന്നെ നമ്മൾ ഇതുമായിട്ട് നമുക്കിപ്പോൾ ഒരു 5 ബോക്സ് അധികം വന്നാൽ അത് റിട്ടേൺ ബോക്സ് ആയിട്ട് നമുക്ക് എടുക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ അൺബ്രാൻഡിനകത്തൊന്നും ഇല്ല കേട്ടോ, അൺബ്രാൻഡിനകത്ത് അവർ തിരിച്ചെടുക്കൽ അവർ പറയുന്ന 2 കാര്യങ്ങളാണ്: ബോക്സ് പൊട്ടിക്കരുത്, ബ്രേക്കേജ് ഉണ്ടാവരുത്. ഈ തരുമ്പോൾ ബ്രേക്കേജ് ഉണ്ടാവും, ഈ കൊടുക്കുമ്പോൾ ബ്രേക്കേജ് കാണരുതെന്ന് അവർ പറയുന്നത്. അപ്പൊ അത് നമ്മളിപ്പോൾ അവിടെ വീട്ടിൽ കൊണ്ട് നിറയെ കഴിയുമ്പോഴത്തേക്ക് അത് അല്ല അത് ഓക്കെ ജസ്റ്റിഫൈഡ്. അപ്പോൾ വരുന്ന ബ്രേക്കേജ് ആണോ? കാരണം അതൊക്കെ ഞങ്ങളായാലും പ്രൈസിനകത്ത് അതിന്റെ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ആ ബ്രേക്കേജ് ഒരിക്കലും ഉപയോഗിക്കാൻ വീടിന്റെ പണി നിർത്തുന്ന ബ്രേക്കേജ് അല്ല. ഒരു 3% ബ്രേക്കേജ് ഒക്കെ നമ്മൾ കട്ടിങ്ങിനകത്തൊക്കെ കയറും. പക്ഷെ തിരിച്ച് വരുന്ന സാധനം നമ്മൾ വീണ്ടും ഒരു കസ്റ്റമറിന് സെല് ചെയ്യാനുള്ള കടക്കാരന്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഇത്രയും ബോക്സ് ആയിട്ട് തിരിച്ചത്. കാരണം അത് ആക്ച്വലി അടുത്ത കസ്റ്റമറിനുള്ള റെസ്പെക്ട്. അതായത് അടുത്ത കസ്റ്റമറിന്റെ അടുത്ത് ഒരു വീട്ടിൽ സാധനം മേടിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ ആകെ വന്ന 30 പീസിനകത്ത് 10 പീസ് ലൂസ് പീസ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്തില്ല, അല്ല അവർക്കൊരു സമാധാനം വരത്തില്ല. നോക്കുന്നത് വെച്ചാൽ കഴിവതും ബോക്സ് ആയിട്ട് റിട്ടേൺ വരുവാണെങ്കിൽ അടുത്ത കസ്റ്റമറിനും ഇത് ഫ്രഷ് മെറ്റീരിയൽ ആയിട്ട് തന്നെ പോകും. എനിവേ ഇനി വേറൊരു എപ്പിസോഡ് നമ്മൾ സജിയുടെ കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ആദ്യം തന്നെ കാണാൻ ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തണം, സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട്. എന്നിട്ട് ഈ എപ്പിസോഡിന് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡ് എന്തുവാണെന്ന് ഞാൻ ഒരു ടീസർ പറയാം. ഗ്രാനൈറ്റിന് റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള അവൈലബിൾ വിട്രിഫൈഡ് മെറ്റീരിയൽസ്. അപ്പം അത് നമ്മുടെ ചാനലിൽ കുറച്ച് നമ്മൾ എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്തും ഒരു ടെക്നീഷ്യന്റെ പെർസ്പെക്റ്റീവ്, ഒരു ഡേ ഇൻ ഡേ ഔട്ട് ടൈലുമായിട്ട് ലേയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പെർസ്പെക്റ്റീവ്, ഗ്രാനൈറ്റിന് പകരം എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതാണ് ഞങ്ങളുടെ അടുത്ത ടോപ്പിക്. തൊട്ടടുത്ത എപ്പിസോഡ് തന്നെ കാണും. പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ അടിക്കാൻ മറക്കരുത്, എന്നാലേ ഈ വീഡിയോ ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോ ഹാവ് എ ഗുഡ് ഡേ ആൻഡ് സീ യു അഗൈൻ ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു.